ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രണ്ടാമത്തെ കേസിൽ തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ദ്വാരപാലക കേസിലാണ് കണ്ഠൻ രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, രണ്ടാമത്തെ കേസിലും തന്ത്രിയുടെ അറസ്റ്റ് അത് രേഖപ്പെടുത്തിയല്ലേ? രണ്ടാമത്തെ കേസിലും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി, അത് കട്ടിളപ്പാളികൾ കൊണ്ടുപോയ കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നത്. ഇന്ന് ഇപ്പോൾ ദ്വാരപാലക ശില്പം കൊണ്ടുപോയി അതിൽ നിന്ന് സ്വർണം ഉരുക്കി കവർന്ന കേസിലും കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഇതൊരു ഇരട്ട കുരുക്ക് എന്ന് പറയേണ്ടി വരും. നേരത്തെ തന്നെ ആദ്യ കേസ് വന്നതിന് പിന്നാലെ തന്നെ രണ്ടാമത്തെ കേസിൽ പ്രതിയേർക്കപ്പെടുമെന്നുള്ള സംബന്ധിച്ച വിവരങ്ങളുണ്ടായിരുന്നു. അതിനുശേഷമാണ് ആ നടപടികളിലേക്ക് അന്വേഷണ സംഘം ഇപ്പോൾ കടക്കുകയും ചെയ്തിരിക്കുന്നുള്ളത്. ഇനി സ്വാഭാവികമായും പുറത്തു വരണമെന്നുണ്ടെങ്കിൽ ഈ കേസുകൾ കൂടി ജാമ്യാപേക്ഷയുമായി സമീപിക്കേണ്ട ആവശ്യമുണ്ട്. നേരത്തെ ആദ്യ കേസിൽ രജിസ്റ്റർ ചെയ്തതിനാലെ ആദ്യ കേസ് എടുത്തതിന് പിന്നാലെ ജാമ്യാപേക്ഷയുമായി തന്ത്രി കോടതിയെ സമീപിച്ചിരുന്നു. സ്വാഭാവികമായും അതിൽ അനുകൂല തീരുമാനമുണ്ടായാൽ പോലും പിന്നീട് ഈ കേസുകൾ കൂടി ജാമ്യം ലഭിച്ചാൽ മാത്രമേ തന്ത്രിക്ക് പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. അത് വളരെ വേഗത്തിൽ സാധിക്കുന്ന ഒരു കാര്യവുമല്ല. കാരണം ഈ കേസിൽ ആദ്യഘട്ടത്തിൽ അറസ്റ്റിലായിട്ടുള്ള ആളുകൾ പോലും ഇതുവരെയും ജാമ്യം ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. സ്വാഭാവികമായും വലിയ വെല്ലുവിളിയാവുകയും ചെയ്യും. കൂടുതൽ കുരുക്കുമുറുകയാണ് തന്ത്രിക്ക്. സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകിയത്.